തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ വി രാജേഷും LDF BJP കൗൺസിലർമാരും തമ്മിലുണ്ടായ സംഘർഷം രാഷ്ട്രീയമായ വലിയ തർക്കങ്ങൾക്കും പരസ്പര ആരോപണങ്ങൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. 2026 ജൂൺ 25 കോർപ്പറേഷൻ ഓഫീസിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളിൽ ഇരുപക്ഷത്തുമുള്ള ജനപ്രതിനിധികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട മേയറെ ഓഫീസിൽ പ്രവേശിക്കുന്നത് തടയാനും ശാരീരികമായി ഉപദ്രവിക്കാനും CPM കൗൺസിലർമാർ ആസൂത്രിതമായി ശ്രമിച്ചു എന്ന് BJP ആരോപിക്കുന്നു. CPM അക്രമത്തിൽ പരിക്കേറ്റ മേയർ വി രാജേഷിൻ്റെ കാലിന് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നതായും BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. കണ്ണൂർ ശൈലിയിലുള്ള ഗുണ്ടായിസമാണ് CPM തലസ്ഥാന നഗരിയിൽ നടപ്പാക്കുന്നതെന്നും ഇതിനെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു. കാപ്പ കേസിൽ പ്രതിയായ BJP കൗൺസിലർ R സുഗതൻ രാജിവെക്കണമെന്നും 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം പരസ്യമായി വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത് നിയമവിരുദ്ധമാണെന്നുമാണ് CPM ഉന്നയിക്കുന്ന പ്രധാന വിഷയം. LDF നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മേയർ വി രാജേഷിനെ CPM കൗൺസിലർമാർ തടഞ്ഞു. പ്രതിഷേധത്തിനിടയിൽ മേയർ ഓഫീസിലേക്ക് പ്രവേശിച്ചു. CPM BJP പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ആയതോടെ പോലീസ് ഇടപെട്ടു. സംഘർഷത്തിൽ കൗൺസിലർമാർക്കും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. 16 കൗൺസിലർമാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മേയർ വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഉൾപ്പെടെയുള്ളവരാണ് ചികിത്സ തേടിയത്. മേയർക്ക് കാലിനാണ് പരിക്കേറ്റത്. തുടർന്ന് ഡോക്ടർമാർ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചു. ജനാധിപത്യപരമായ സമരമാണ് നടന്നതെന്ന് കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് പറഞ്ഞു. എന്നാൽ ബലം പ്രയോഗിച്ചുള്ള സമരം അംഗീകരിക്കില്ല എന്ന് മേയർ പറഞ്ഞു. അനാവശ്യ പ്രകോപനം CPM കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. രാവിലെ മുതൽ മേയറെ കാണാൻ എത്തിയ ജനങ്ങളെ തടഞ്ഞു. BJP വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു. തനിക്ക് കാലിന് പരിക്കേറ്റുവെന്നും മേയർ വി രാജേഷ് പറഞ്ഞു.